നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിയാക്റ്റിൽ ഒരു ഫോം ബിൽഡ് ചെയ്യുവാണ്. ഓൾറെഡി നമ്മൾ റിയാക്റ്റിൽ റിയാക്ട് ഹുക്ക് ഫോം യൂസ് ചെയ്തിട്ട് ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വാലിഡേഷൻസ് ലൈബ്രറി സോഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ ഒരു ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ റിയാക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ലൈബ്രറീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും റിയാക്ട്, draft.js, slide.js, ടൈനി എം സി, റിയാക്ട് ഒക്കെ. അതിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൈനി എം സി ലൈബ്രറിയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഈ ഫോമിൽ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കൺട്രോളർ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആയിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത് ടൈനി എം സി ലൈബ്രറിയാണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പവർഫുൾ ലൈബ്രറിയാണ് ഒരു ബേസിക് ടെക്സ്റ്റ് എഡിറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് വാട്ട് യു സി വാട്ട് യു ഗെറ്റ് ടെക്സ്റ്റ് എഡിറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടെക്സ്റ്റ് എഡിറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബേസിക് ടെക്സ്റ്റ് എഡിറ്റിംഗ് ഇപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ ടെക്സ്റ്റ് എഡിറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ വെബ് ബ്രൗസറിൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റിംഗ് ഈ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ എംബഡിങ് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡൈനാമിക്കലി വെബ് ആപ്ലിക്കേഷൻസിലെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ലൈബ്രറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മോഡേൺ ആയിട്ടുള്ള എല്ലാ വെബ് ബ്രൗസേഴ്സും ഓൾമോസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഒപ്റ്റിമൈസ്ഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈനി എം സി ടെക്സ്റ്റ് എഡിറ്ററിന്റെ പ്രത്യേകത. ഇനി നമ്മൾ കോഡ് ചെയ്യുമ്പോൾ സിന്റാക്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ ഫോം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ടിന്റെ തന്നെ ലൈബ്രറി റിയാക്ട് ഹുക്ക് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൈബ്രറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോം വാലിഡേഷനെയും ഫോം സബ്മിഷനെയും സ്റ്റേറ്റ് മാനേജ്മെന്റിനെ ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. നമുക്ക് ഓഫ് കോഴ്സ് റിയാക്ടിൽ മാനുവലി സ്റ്റേറ്റ് മാനേജ് ചെയ്യാം. പക്ഷെ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫോം മാനേജ്മെന്റ് ലൈബ്രറി, ഇപ്പൊ റിയാക്ട് ഹുക്ക് ഫോമോ അല്ലെങ്കിൽ ഫോമിക് പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നതാണ് ഫോമിക് ലൈബ്രറി ഒക്കെ, ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലൈബ്രറി യപ്പ് ആണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സോഡ് എന്ന് പറഞ്ഞ ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമുക്ക് റിയാക്ട് ഹുക്ക് ഫോമിൽ വാലിഡേഷൻ ചെയ്യാന്ന്. അതുപോലെ തന്നെ വേറൊരു ലൈബ്രറിയാണ് യപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ജാവാസ്ക്രിപ്റ്റ് സ്കീമ വാലിഡേഷൻ ലൈബ്രറിയാണ്. നമുക്ക് വാലിഡേഷൻ റൂൾസിനെ ഡിഫൈൻ ചെയ്യാനും ഡാറ്റ ഒബ്ജക്റ്റിനെ വാലിഡേറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഡിക്ലറേറ്റീവ് മാനറിൽ നമുക്ക് ഈ ഒരു വാലിഡേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ട് ഹുക്ക് ഫോമിലൊക്കെ നമുക്കിത് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാലിഡേഷൻസ്, എക്സാമ്പിൾ നെസ്റ്റഡ് ഒബ്ജക്ട്സോ റെജക്ട്സ് എക്സ്പ്രഷൻസ് ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അതിന്റെ സിന്റാക്സ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഇനി റിയാക്ട് ഹുക്ക് ഫോം തന്നെ ബിൽറ്റിൻ ആയിട്ട് അതിന്റെ വാലിഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള വാലിഡേഷൻസ് സിനാരിയോസിനെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, അതായത് ഈ ഹുക്ക് ഫോമും ഈ ഒരു യപ്പും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ റോബസ്റ്റ് ആയിട്ടുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള വാലിഡേഷൻ അപ്രോച്ചാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ബേസിക്കലി നമ്മൾ 3 ലൈബ്രറീസ് ആണ് യൂസ് ചെയ്യുന്നത്. റിയാക്ട് ഹുക്ക് ഫോം യൂസ് ചെയ്ത് ഫോം ബിൽഡ് ചെയ്ത് മാനേജ് ചെയ്യും, വാലിഡേഷൻ യപ്പ് യൂസ് ചെയ്യും. ഇനി ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ടൈനി എം സി യൂസ് ചെയ്തിട്ടാണ്. ടൈനി എം സി മാത്രമല്ല വേറെയും റിയാക്ട് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് നേരത്തെ പറഞ്ഞ ക്യൂരിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്കൊന്നും കൂടെ എന്താ പറയാ, കുറച്ചും കൂടി ആ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു ഫംഗ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈബ്രറി ചൂസ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വിഷ്വൽ സ്റ്റുഡിയോയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈനി എം സി ട്യൂട്ടോറിയൽ എന്നാണ് ഫോൾഡർ നെയിം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് റിയാക്ടിൽ വൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. സിന്റാക്സ് നമുക്കറിയാലോ, npm സ്പേസ് ക്രിയേറ്റ് സ്പേസ് വൈറ്റ് ലേറ്റസ്റ്റ് എന്റർ അടിക്കുക. സെയിം പ്രൊജക്ട് നെയിം മതി. റിയാക്ട് ചൂസ് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുക. ഇനി നമ്മുടെ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യണം. npm ഇൻസ്റ്റാൾ. ഞാനിതൊന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ള പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ്. റിയാക്ട് ഹുക്ക് ഫോം വേണം. പിന്നെ നമ്മളൊരു എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ലൈബ്രറി യപ്പ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ യപ്പ് നമുക്ക് റിയാക്ട് ഹുക്ക് ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ റിസോൾവർ വേണം. സോ ഹുക്ക് ഫോം /റിസോൾവേഴ്സ്, പിന്നെ യപ്പ്, പിന്നെ ടൈനി എം സിയും അതിന്റെ എഡിറ്ററും എന്റർ അടിക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. package.json ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ റിസോൾവർ, റിയാക്ട്, ഹുക്ക് ഫോം, ടൈനി എം സി, എഡിറ്റർ, യപ്പ്, നമുക്ക് ആവശ്യമുള്ള പാക്കേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഫൈനലി ഞാൻ നമ്മുടെ സ്റ്റൈലിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെയിൽവിൻഡ് ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നത്. ടെയിൽവിൻഡും കൂടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടെയിൽവിൻഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ടെയിൽവിൻഡ് ഡിപ്പെൻഡൻസീസ് ഇനിഷ്യലൈസ് ചെയ്യാം. പിന്നെ ടെയിൽവിൻഡ് കോൺഫിഗറേഷൻ ഫയലിന് നമുക്ക് ആവശ്യമുള്ള എക്സ്റ്റൻഷൻസും കൂടെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാം.
ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ ഈ പ്രൊജക്ട് ഒന്ന് ക്ലിയർ ചെയ്യാണ്. app.css ഫയൽ ക്ലിയർ ചെയ്യാം. app.jxs ഫയൽ RIFC ക്ലീൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുക. index.css നെയും കണ്ടന്റ് ക്ലിയർ ചെയ്യുക. ഇവിടെ നമുക്ക് ടെയിൽവിൻഡ് ഡയറക്റ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ app.jxs പോയിട്ട് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ പ്രൊജക്ട് ഒന്ന് റൺ ചെയ്യാം. npm run dev. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫോം റിയാക്ടിന്റെ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ കോമ്പോണന്റ്സ് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു യൂസർ ഫോം ക്രിയേറ്റ് ചെയ്യാം. .jxs ഇതിലാണ് ഞാൻ ഈ പറഞ്ഞ റിയാക്ട് ഹുക്ക് ഫോമും അതുപോലെ തന്നെ എഡിറ്റർ കൺട്രോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. RIFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആവശ്യമുള്ള ഡിപ്പെൻഡൻസീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ റിയാക്ട് ഹുക്ക് ഫോമിലെ അതിൻ്റെ അകത്തുനിന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. യൂസ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൺട്രോളർ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റിയാക്ട് ഹുക്ക് ഫോം സപ്പോർട്ട് ചെയ്യാത്ത കൺട്രോൾസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടൈനി MC ടെക്സ്റ്റ് എഡിറ്റർ അത് ഡയറക്ട്ലി ഒരു ഹുക്ക് ഫോം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള കേസിൽ കൺട്രോളർ ത്രൂ റാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റേറ്റ് മാനേജ്മെന്റിനും ഫോം വാലിഡേഷൻസും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. റിയാക്ട് ഹുക്ക് ഫോം യൂസ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്റ്റ് എഡിറ്ററിനെ അതിന് വേണ്ടിയിട്ടാണ് കൺട്രോളർ ഇമ്പോർട്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ എപ്പിന്റെ അതായത് ഇന്റഗ്രേറ്റ് ചെയ്യണം. എപ്പ് ഇമ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ റിസോൾവർ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഡ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഹുക്ക് ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ റിസോൾവർ വേണമെന്ന്. റിസോൾവറിനെ ഇമ്പോർട്ട് ചെയ്യാം. ഫൈനലി നമ്മുടെ ഈ ഒരു ടൈനി MC പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ കോമ്പോണന്റ് ആണ് ഈ ഒരു എഡിറ്റർ എന്ന് പറയുന്നത്. ഇത് ത്രൂ ആണ് നമ്മളിത് ഈ ഒരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എഡിറ്ററിനെ എടുത്തു. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഡിപ്പെൻഡൻസീസ്. റിയാക്ടില് ഒരു ബേസിക് ഫോം ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഈ ഒരു ഫോം നമ്മൾ പ്രീവിയസ് പ്രൊജക്റ്റിൽ ക്രിയേറ്റ് ചെയ്ത സെയിം ഫോം റീയൂസ് ചെയ്യുവാണ് കേട്ടോ. അതായത് ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുവാണ്. ഈ ഡിവിഷനെ ഒന്ന് ഫോം വെച്ച് റീപ്ലേസ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ ഫംഗ്ഷൻസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കൺട്രോൾസ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോമിന്റെ അകത്ത് ഡിവിഷൻ ആയിട്ടാണ് ഓരോ കൺട്രോളും. ഇപ്പൊ അതിനകത്ത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഏജ്, ജെൻഡർ ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളത്. ഇപ്പൊ ഫസ്റ്റ് നെയിം ആണെങ്കിൽ അതൊരു ഡിവിഷന്റെ അകത്ത് ഒരു ലേബലും ഇൻപുട്ടും. ഇവിടെ നമ്മൾ റിയാക്ട് ഹുക്ക് ഫോമിന്റെയോ അല്ലെങ്കിൽ ടൈനംസിന്റെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ഇതിന് ചെയ്യും. ജസ്റ്റ് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫോം കൺട്രോൾസ് മാത്രം ഞാൻ പേസ്റ്റ് ചെയ്തു. app.jxs ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. app.jxs ഈ ഒരു കോമ്പോണന്റിനെ കോൾ ചെയ്തിട്ട് ഇന്റർഫേസിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഫോം ആണ്. ഇവിടെ നമ്മൾ ടൈനി MC ടെക്സ്റ്റ് എഡിറ്റർ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കൺട്രോൾസ് കുറച്ച് ടെക്സ്റ്റ് ബോക്സസും അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗണും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ഞാൻ കോഡും ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടൈനി MC നമ്മുടെ ഒരു ടെക്സ്റ്റ് എഡിറ്ററിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അതിലിവിടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെസ്സേജ് ഡിവിഷനാണ്. അവർക്ക് മെസ്സേജസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവിഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിവിഷന്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് സാധാരണ കൺട്രോൾ പോലെ തന്നെ ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ മെസ്സേജ് എന്നാണ് കൊടുക്കുന്നത്. ഇതിന്റെ CSS ഇത് ടെയിൽവിന്റെ ക്ലാസ് ആണ് കേട്ടോ. ടെയിൽവിന്റെ ക്ലാസ് ഒന്ന് കോപ്പി ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ ഒരു എഡിറ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ബ്രൗസറിൽ പോയിട്ട് ഇതാണ് അവരുടെ ട്യൂട്ടോറിയൽ. ആ ട്യൂട്ടോറിയലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും എല്ലാ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് HTML, റിയാക്ട്, വ്യൂ, ആംഗുലർ എല്ലാ ഫ്രെയിംവർക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ റിയാക്ട് നോക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ ഓഫ് കോഡ് വരിക. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ കൺട്രോളറിന്റെ ഉള്ളിൽ വേണം. നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ട് ഹുക്ക് ഫോം ലൈബ്രറി ഡയറക്റ്റ് ആയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ നമ്മൾ കൺട്രോളറിന്റെ ഉള്ളിൽ വേണം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. നമ്മൾ ഓൾറെഡി എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റിനെ ടൈനി MC എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എഡിറ്റർ കോമ്പോണന്റിനെ കോൾ ചെയ്യാം. ഇതാണ് പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് നിങ്ങൾ API കീ ജനറേറ്റ് ചെയ്യണം. ഇത് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഗെറ്റ് യുവർ API കീ എന്ന് പറഞ്ഞിട്ടുള്ള
ഓപ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ എന്റെ മെയിൽ ID വെച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. ചെയ്ത് API കീ ജനറേറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുക കേട്ടോ. എന്റെ API കീ വെച്ച് കൊടുക്കരുത്, ഞാൻ empty ആക്കും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. നിങ്ങൾ നിങ്ങളുടെ API കീ കൊടുത്താലേ ഇത് വർക്ക് ആവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. ഫസ്റ്റ് പ്ലഗിൻ ആണ് കൊടുക്കേണ്ടത്. അത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമൽ ആയിട്ടുള്ള ഫോർമാറ്റിംഗ് തൊട്ട് എല്ലാ പ്ലഗിൻസും ഇവിടെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പം നിങ്ങൾക്ക് ഇമേജസോ ലിങ്കോ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഇവിടെ എന്താ പറയുക എക്സൽ PDF എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആങ്കർ ടാഗ് തൊട്ട് നമുക്ക് ആവശ്യമുള്ള പ്ലഗിൻസ് ഏതൊക്കെയാണോ അത് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ടൂൾ ബാർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സാധാരണ നമ്മൾ മൈക്രോ പ്രോസസറിന്റെ വേഡിലൊക്കെ കാണുന്ന പോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്സ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്തൊക്കെയാണോ നമുക്ക് ടൂൾ ബാറിൽ വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കമന്റ് മോഡ് എംബഡഡ് ആണ്, ഓർഡറിന് ഇതൊക്കെ നമുക്ക് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഈ കൺട്രോൾ ഇങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺട്രോളർ ത്രൂ ആണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന്. സോ കൺട്രോളറിന് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഈ കൺട്രോളർ കോമ്പോണന്റിനെ കോൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അകത്താണ് നമ്മൾ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാലോ, കോമ്പോണന്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് നെയിം വേണം, വാലിഡേഷൻ ആണെങ്കിലും സ്റ്റേറ്റ് മാനേജർ ആണെങ്കിലും. പിന്നെ ഡീഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ empty ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കൺട്രോൾ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ വേണം. അത് ഒരു യൂസ് ഫോം ഹുക്കിന്ന് വരുന്നത്, അത് ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് തൽക്കാലം ഞാനത് ഡിഫൈൻ ചെയ്യുന്നില്ല. പിന്നെ റെൻഡർ മെത്തേഡിന്റെ അകത്താണ് നമ്മൾ ഈ ഒരു റെൻഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡീഫാൾട്ട് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഫീൽഡ് വാല്യൂ. ഈ ഫീൽഡിനകത്ത് നമുക്ക് റെൻഡർ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ നമ്മുടെ എഡിറ്റർ കോമ്പോണന്റിനെ ഡിഫൈൻ ചെയ്യണം. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന റിയാക്ട് ഹുക്ക് ഫോം ഇതില്ലേ, ഇതിൽ നിന്ന് കോപ്പി ചെയ്യണം കേട്ടോ, എനിക്ക് ആവശ്യമുള്ള കോമ്പോണൻസ്. ഓക്കെ, അപ്പൊ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്റെ API കീ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ലിങ്ക്, ഇമേജ്, വെയിറ്റ് കൗണ്ട്, ടേബിൾ, ലിസ്റ്റ് ഇത്രയും പ്ലഗിൻസ് ആ വേണ്ടത്, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ ആയിട്ട് നമ്മൾ വേഡിലൊക്കെ കാണുന്ന ഒരു ആൻഡോ, റീഡ്, ബോൾഡ്, ഇറ്റാലിക്, അലൈൻ ഡീറ്റെയിൽസ് ഒക്കെ മതി എന്റെ ടൂൾ ബാറിൽ, അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിഷ്യൽ ഓൺ ചേഞ്ച് ഇപ്പൊ വേണ്ട. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ടെക്സ്റ്റ് എഡിറ്ററിൽ എന്താണോ ഡീഫാൾട്ട് ആയിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ വെൽക്കം യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡീഫാൾട്ട് ടെക്സ്റ്റ് ആണ്, ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള കൺട്രോൾസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യൂസ് ഫോം ഹുക്ക് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതിന്റെ സ്റ്റേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് മാനേജ് ചെയ്യണം. നെക്സ്റ്റ് FT യൂസ് ചെയ്തിട്ട് വാലിഡേഷൻസും സെറ്റ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഈ യൂസ് ഫോം ഹുക്കില്ലേ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനെ കോൾ ചെയ്യാം. ഇതിനകത്താണ് നമ്മുടെ റിസോൾവറും വാലിഡേഷൻ റൂൾസും സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ റൂൾ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് തൽക്കാലം empty ആക്കി വിടാം. പിന്നെ നമുക്ക് അറിയാലോ, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂസ് ഫോം ഹുക്ക് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് നമ്മുടെ കൺട്രോൾസിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ മെത്തേഡ്, പിന്നെ സബ്മിറ്റ് മെത്തേഡ്, ഹാൻഡിൽ സബ്മിറ്റ് മെത്തേഡ്. നെക്സ്റ്റ് നമ്മൾ കൺട്രോള്, ഈ കൺട്രോളാണ് നമ്മുടെ ഈ കൺട്രോളറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇപ്പൊ നമ്മുടെ എഡിറ്ററിന്റെ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഫയലിൽ നമുക്ക് സ്റ്റേറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോം സ്റ്റേറ്റ് ഇല്ല, ഇപ്പൊ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് റിയാക്ട് ഹുക്ക് ഫോമിന്റെ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ട്യൂട്ടോറിയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് യൂസ് ഫോം ഹുക്ക്, ഇതിന്റെ ഓരോ പാരാമീറ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അറിയില്ലാത്തവര്. ഇനി ഞാൻ എന്റെ കൺട്രോൾസിലെല്ലാം രജിസ്റ്റർ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ രജിസ്റ്ററിനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഓരോന്നായിട്ട് ഓരോ കൺട്രോളിന്റെ കറസ്പോണ്ടിങ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്റെ ഈ കേസിൽ ഫസ്റ്റ് നെയിം ആണ്. ഈ എല്ലാ കൺട്രോളിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഫോമിന്റെ ഓൺ സബ്മിറ്റ് ഇവന്റ് എഴുതുവാണ്. ഇതിൽ നമുക്കറിയാലോ, ഇവിടെയും റിയാക്ട് ഹുക്ക് ഫോം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽറ്റിൻ ആയിട്ടൊരു ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ തരുന്നുണ്ട്. ആ മെത്തേഡിൽ നമ്മൾ എഴുതുന്ന മെത്തേഡിനെ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. ഫസ്റ്റ് ഓൺ സബ്മിറ്റ് ഇവന്റ് ഫോമിന്റെ ഓൺ സബ്മിറ്റ് ഇവന്റിനെ കോൾ ചെയ്യുക. അതിൽ ഹാൻഡിൽ സബ്മിറ്റ് ഫംഗ്ഷനിൽ നമ്മുടെ മെത്തേഡിനെ കോൾ ചെയ്യുക. അപ്പൊ ഞാൻ ഓൺ സബ്മിറ്റ് എന്നാണ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഈ ഫംഗ്ഷനകത്ത്
അപ്പൊ നമ്മൾ ബാക്ക് എൻഡ് ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് കൺസോൾ ചെയ്യുന്നേ ഉള്ളൂ, ഫോം ഡാറ്റ കൺസോൾ ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ റിയാക്ട് ഹുക്ക് ഫോമിന്റെ ഫംഗ്ഷനാലിറ്റി ആട്ടോ. അതായത് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ത്രൂ നമ്മുടെ ഹാൻഡിൽ ചെയ്യേണ്ട ഫംഗ്ഷനെ കോൾ ചെയ്യണം. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൺസോൾ ചെയ്യുന്നേ ഉള്ളൂ ഫോമിന്റെ ഡാറ്റ. ഫോം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്കറിയാലോ, ഫോം ഡാറ്റ ആയിരിക്കും നമുക്ക് നെയിം കീ വാല്യൂ പേഴ്സ് നെയിം ആയിരിക്കും അതിന്റെ കീ, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും നമുക്ക് ഈ ഡാറ്റയിൽ വരുന്നത്. ഡാറ്റയിൽ ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് വാലിഡേഷൻ റൂള് ക്രിയേറ്റ് ചെയ്യണം, വാലിഡേഷൻ സ്കീം ക്രിയേറ്റ് ചെയ്യണം എപ്പില്. എന്നിട്ട് നമ്മൾ റിയാക്ട് ഹുക്ക് ഫോമിന്റെ റിസോൾവർ ത്രൂ ഫോമിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ വാലിഡേഷൻ ഇവിടെയാണ് എപ്പ് നമ്മൾ സെയിം സോഡിൽ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ വാലിഡേഷൻ സ്കീമ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ അകത്താണ് നമ്മൾ എഴുതുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി എപ്പ് എടുത്തിട്ടുണ്ട്. ഡോട്ട് ഒബ്ജക്റ്റിനെ കോൾ ചെയ്യാം. ഇത് ബിൽറ്റ് ഇൻ മെത്തേഡ് ആണ് കേട്ടോ. ഡോട്ട് ഷേപ്പ്, ഇതിന്റെ അകത്ത് നമ്മൾ കീ വാല്യൂ പെയർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഓരോ കൺട്രോളിനും അതിന്റെ കറസ്പോണ്ടിങ് റൂള് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കൺട്രോൾ എന്താ, ഫസ്റ്റ് നെയിം അല്ലേ, ഫസ്റ്റ് നെയിം. അപ്പൊ നെയിമിന് സാധാരണ നമുക്ക് എന്താ വരിക, നെയിം ഒരു സ്ട്രിങ് ആയിരിക്കണം അല്ലെ, ഒരു നമ്പേഴ്സ് വരില്ല, നെയിം സ്ട്രിങ് ആയിരിക്കണം. നെക്സ്റ്റ് എന്താണ്, നെയിം ഇപ്പൊ മാൻഡേറ്ററി ഫീൽഡ് ആണോ, ഇപ്പൊ നമ്മൾ സ്റ്റാർ ഇട്ട് കൊടുക്കാറില്ലേ മാൻഡേറ്ററി ഫീൽഡുകൾക്ക്. അപ്പൊ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കറസ്പോണ്ടിങ് ഫീൽഡ് അല്ലെങ്കിൽ റിക്കോർഡ് എന്ന് പറഞ്ഞിട്ട് വാലിഡേഷൻ മെസ്സേജ് വരൂല്ലേ, അത് തന്നെ ഇവിടെ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് എഫ് ഡോട്ട് എന്താണോ അതിന്റെ ടൈപ്പ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക, സ്ട്രിങ് ആയിരിക്കണം. ഈ മാൻഡേറ്ററി ആണെങ്കിൽ റിക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് യൂസറിനെ കാണിക്കാനുള്ള മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് എല്ലാ കൺട്രോൾസിനും. ലാസ്റ്റ് നെയിമിന് സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ലാസ്റ്റ് നെയിം എന്ന് മാറ്റുന്നേ ഉള്ളൂ, കാരണം ലാസ്റ്റ് നെയിമും സ്ട്രിങ് ആണ്, അതുപോലെ തന്നെ റിക്കോർഡ് ആയിട്ടുള്ള ഫീൽഡ് ആണ്. ഇനി നെക്സ്റ്റ് ഇമെയിൽ ആണ്. ഇമെയിൽ നമുക്കറിയാം, ഇമെയിൽ എന്തായിരിക്കണം, ഇതേപോലെ തന്നെ സ്ട്രിങ് ആണ് അതിന്റെ ടൈപ്പ് വരുന്നത്. നെക്സ്റ്റ് റിക്വേർഡ് ആണ്, ഇതും ഒരു മാൻഡേറ്ററി ഫീൽഡാണ്. എല്ലാ ഫീൽഡും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് സെറ്റ് ചെയ്ത് തരും, നമുക്ക് ആവശ്യമുള്ള പോലെ കേട്ടോ. അതൊക്കെ നമ്മുടെ യൂസർ ഫോമിലെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. തൽക്കാലം റിക്വേർഡ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇമെയിലിന്റെ പ്രത്യേകത എന്താ, ഇമെയിലിന് നമുക്ക് അതിന്റെ വാലിഡേഷനും കൂടെ ചെക്ക് ചെയ്യണം അല്ലെ, അതായത് കറക്റ്റ് ഫോർമാറ്റിലാണല്ലോ തന്നിരിക്കുന്നതിന്. അതിന് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതിന്റെ അകത്ത് ഇൻ കേസ് നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ള ഫോർമാറ്റാ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ മെസ്സേജ് കൊടുക്കണം. അപ്പൊ ഇൻവാലിഡ് ഇമെയിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇഷ്ടമുള്ള മെസ്സേജ് ആ ഫീൽഡിന് ആപ്റ്റ് ആയിരിക്കുന്ന മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഫോൺ നമ്പർ. ഫോൺ നമ്പറിന്റെ പ്രത്യേകത എന്താ, അതിന്റെ ടൈപ്പ് നമ്പർ ആയിരിക്കും അല്ലെ. ഫോൺ നമ്പർ ആകുമ്പോൾ 10 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്പർ സെറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്ട്രിങ് തന്നെ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് മസ്റ്റ് ആയിട്ടും 10 ഡിജിറ്റ് ആയിരിക്കണം അല്ലെ. പിന്നെ റിക്കോർഡ് ഫീൽഡും സെറ്റ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ ഡോട്ട് സ്ട്രിങ് തന്നെയാണ് ഡാറ്റ ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്. റിക്കോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ മാച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ഇത് 10 ഡിജിറ്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു രജക്ട് എക്സ്പ്രഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഇതിനകത്ത് മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ മാച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ മാച്ചസ് മെത്തേഡിനെ ട്രിഗർ ചെയ്തിട്ട് അതിനകത്ത് ആ എക്സ്പ്രഷനും അതുപോലെ തന്നെ അത് ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫീൽഡ് നമുക്ക് പാസ്വേഡ് ആണ്. പാസ്വേഡും അഗെയിൻ എന്തായിരിക്കും, ഒരു സ്ട്രിങ് ആയിരിക്കും അല്ലെ. അപ്പൊ സ്ട്രിങ് ടൈപ്പ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക.
പിന്നെ നമുക്ക് പാസ്വേഡിനെ വാലിഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്. അപ്പൊ നമുക്ക് ഒരു മിനിമം ഇപ്പൊ പാസ്വേഡിൽ നമുക്ക് ചിലർ കൊടുക്കാറുണ്ട് ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം, മിനിമം ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വേണം എന്നൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ഞാനൊരു സിമ്പിൾ വാലിഡേഷൻ മെസ്സേജ് ആണ്, മിനിമം എനിക്കൊരു 8 നമ്പർ വേണം. അപ്പൊ അത് വാലിഡേഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ റിക്വയർഡ് മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് കൺഫേം പാസ്വേഡ് ആണ്. അഗെയിൻ ഇത് സ്ട്രിങ് തന്നെയാണ്. ഇവിടെ എന്തായിരിക്കണം, നമ്മുടെ പാസ്വേഡുമായിട്ട് മാച്ച് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ റെഫറൻസ് എടുക്കാം, പാസ്വേഡിന്റെ റെഫറൻസ് എടുത്തിട്ട് മാച്ച് ചെയ്യുമോ നോക്കണം. അതിന് ഇത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് വൺ ഓഫ് മെത്തേഡ്. വൺ ഓഫിന്റെ അകത്ത് ഏത് ഫീൽഡാണോ നമുക്ക് മാച്ച് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ആപ്പ് ഡോട്ട് റെഫ് മെത്തേഡിനെ കോൾ ചെയ്യാം. റെഫിന്റെ അകത്ത് നമുക്ക് പാസ്വേഡ് ഫീൽഡ് ആയതുകൊണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് ഇത് മാച്ച് ആവുന്നില്ലെങ്കിൽ ആ മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് മസ്റ്റ് മാച്ച് എന്നുള്ള മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫൈനലി റിക്വയർഡ്. അടിക്കാം. ഇനി ഏജ് ആണ്. ഏജ് എന്തായിരിക്കും, നമ്പർ ആയിരിക്കും അല്ലെ. സോ അതിന്റെ ടൈപ്പ് നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏജ് നമുക്ക് വേണമെങ്കിൽ വാലിഡേഷൻ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇത്ര ഏജിന് ബിലോ ആയിരിക്കണം, ഇത്ര ഏജിന് എബോവ് ആയിരിക്കണം. നമുക്ക് 18നും ഒരു 70നും ഇടയ്ക്കുള്ള യൂസേഴ്സിനെ മതി എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് മിന്നും മാക്സും മെത്തേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. മിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മിനിമം ഏജ് ഞാൻ പറഞ്ഞു 18 ആണ്. മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 18 ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സ് സെറ്റ് ചെയ്യാം. മാക്സിമം ഞാൻ പറഞ്ഞ ഒരു 70 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 70 ഏജ് വരെ ഉള്ളവരെ മതി. ഫൈനലി നമുക്ക് റിക്വയർഡ് വേണമെങ്കിൽ റിക്വയർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏജ് ഈസ് റിക്വയർഡ്. ഇനി നമുക്ക് ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡും കൂടി ഉണ്ട്, അതിന് സെറ്റ് ചെയ്യാം. എഫ് ഡോട്ട് ഇത് എന്തായിരിക്കും, സ്ട്രിങ് തന്നെയായിരിക്കും. ജസ്റ്റ് നമുക്ക് റിക്വയർഡ് മെസ്സേജും മാത്രം സെറ്റ് ചെയ്താൽ മതി. ഫൈനലി നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡ് ഉണ്ട്, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൻ്റെത്. അതിനും എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു വാലിഡേഷൻ അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സ്ട്രിങ്ങും മാൻഡേറ്ററി അതൊക്കെ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുവേ. എനിക്കിപ്പോ ഇത് രണ്ടും മതി. അതായത് അതിൽ ഇന്റഗ്രേറ്റ് ആയി കറക്റ്റ് വാലിഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അത്രയും മതി. ആ വാലിഡേഷൻ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു റിയാക്ട് ഹുക്ക് ഫോമിലേക്ക് റിസോൾവർ ത്രൂ ഈ ഒരു വാലിഡേഷൻ മെസ്സേജ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ഫോം ഹുക്ക് യൂസ് ചെയ്യുന്നത്. യൂസ് ഫോം ഹുക്കിന്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. റിസോൾവറിൽ നമ്മളിവിടെ ഓൾറെഡി റിസോൾവറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മുടെ ഈ വാലിഡേഷൻ സ്കീമ പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായി, ഇന്റഗ്രേറ്റ് ആയി വാലിഡേഷൻ സ്കീമ. നമ്മൾ ഈ എപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജസ് എല്ലാം ഇതിലൊന്ന് സെറ്റ് ആവും. ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വാലിഡേറ്റ് ചെയ്തോളും.
ഇനി ഫൈനലി നമുക്ക് എന്താ വേണ്ടത്? ഇൻ കേസ് ഇപ്പൊ നമ്മൾ കുറെ വാലിഡേഷൻ മെസ്സേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഏതെങ്കിലും ഒരിടം വയലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് വാലിഡേഷൻ മെസ്സേജ് ആ കൺട്രോളിന്റെ അണ്ടറിൽ ഡിസ്പ്ലേ ചെയ്യണം. സോ നമുക്ക് എല്ലാ കൺട്രോളിന്റെ അണ്ടറിലും വന്നിട്ട് ഈ ഒരു മെസ്സേജ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മെസ്സേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് നമ്മൾ ഓൾറെഡി എറേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് എടുത്തിട്ടുണ്ട്. അതിലിപ്പോ ഫസ്റ്റ് നെയിം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പാരഗ്രാഫ് ടാഗിൽ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ ക്ലാസ് ഒരു സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എറേഴ്സിൽ ഈ ഒരു കറസ്പോണ്ടിങ് ഫസ്റ്റ് നെയിമിൽ എന്താണോ മെസ്സേജ് വന്നിരിക്കുന്നത് ആ കറസ്പോണ്ടിങ് മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാ കൺട്രോൾസിനും സെറ്റ് ചെയ്യുവാണ് കേട്ടോ. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി എല്ലാ കൺട്രോൾസിന്റെ അണ്ടറിൽ. എന്നിട്ട് കൺട്രോൾ നെയിം മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇന്റർഫേസിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ എല്ലാ കൺട്രോൾസും വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നും കൊടുക്കാതെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ വാലിഡേഷൻ മെസ്സേജസ് എല്ലാം വന്നു. നമ്മുടെ ലൈബ്രറി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു TinyMCന്റെ ആ ഒരു പ്ലഗിന് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കാം. ഇത് നമ്മൾ നോർമൽ വെയിറ്റിൽ കാണുന്ന പോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്, അലൈൻമെന്റ്, ഫോർമാറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് കാണാം. ഇപ്പൊ അണ്ടർലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബ്ലോക്സ്, ഹെഡിങ് ടൈപ്പ് സെറ്റ് ചെയ്തെടുക്കാം, സൂപ്പർ സ്ക്രിപ്റ്റ്, കോഡ്, എന്താണ് നമുക്ക് വേണ്ടത് എല്ലാ ഓപ്ഷൻസും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇപ്പൊ നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്കിവിടെ സോഴ്സ് സെറ്റ് ചെയ്തെടുക്കാം. അതായത് വെബ് URL കൊടുക്കാം. ഇല്ല ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഒരു ഫയലാണ്, ഒരു ഇമേജ് ഫയലാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ നമ്മൾ കോഡ് ചെയ്യണം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക് അപ്ലോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇമേജ് റീയൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടും ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിന്റെ ഓൺ ചേഞ്ച് ഇവന്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇമേജ് എടുത്ത് സെറ്റ് ചെയ്യാം. ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ അല്ലാതെ ഒരു URL കൊടുക്കാം. ഇവിടെ കണ്ടല്ലേ, അപ്പൊ ആ ഒരു കറസ്പോണ്ടിങ് ഇമേജ് ഞാൻ എടുത്തിരിക്കുന്ന റാൻഡം ആയിട്ടൊരു API എന്നൊരു ഇമേജ് എടുത്തതാണ് കേട്ടോ. ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ടൂൾസിൽ ഓപ്ഷൻസ് ഉണ്ട്. വേർഡ് കൗണ്ട് ആണ് ഇപ്പൊ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാം. നമുക്ക് എല്ലാ ഓപ്ഷൻസും, എഡിറ്റിന്റെ ഓപ്ഷൻസ്, കട്ട്, കോപ്പി, പേസ്റ്റ് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാന് ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് ജസ്റ്റ് TinyMC ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുവാണ്. ഇതിനെ ബോൾഡും ഇറ്റാലിക്കും ഒരു സെന്റർ അലൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ അല്ലാത്ത ഫീൽഡിലും കൂടെ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അതിന് ലാസ്റ്റ് നെയിം, ഒരു ഇമെയിൽ ID സെറ്റ് ചെയ്ത് കൊടുത്തു. ഫോൺ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് നമ്മൾ 8 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ കൊടുത്തേക്കുന്നത്. 8 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കൺഫേം പാസ്വേഡിൽ സെയിം കൊടുക്കാം. ഏജ് എബോവ് 20 ആയിരിക്കണല്ലോ. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഫോൺ നമ്പർ എക്സീഡ് ആയോ? 2 3 4. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കൺസോൾ അല്ലേ ചെയ്തിട്ടുള്ളൂ. സാധാരണ എന്താ ചെയ്യുന്നത്, ബാക്ക് എൻഡിൽ പോയിട്ട് നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്നും കൂടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാട്ടോ. ഓക്കെ, ഫോം ഡാറ്റ വന്നിട്ടുണ്ട്. ഞാനിത് കോപ്പി ചെയ്തിട്ട് JSON എഡിറ്ററിൽ ഇട്ട് കാണിക്കാം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ആ മെസ്സേജ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മെസ്സേജ്, സോ ഞാനിത് നെയിം ഒന്ന് റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മെസ്സേജ് എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറർ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുത്തതിന്റെ കൂടെ നമ്മൾ ആദ്യം ഇതിന്റെ കൺട്രോളിന്റെ നെയിം മെസ്സേജ് നൽകി കൊടുത്തത്. ഞാനിത് മാറ്റി മെസ്സേജ് കൺട്രോൾ എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ മെസ്സേജ് കൺട്രോളിൽ പാരഗ്രാഫ് ടാഗ്, അതുപോലെ തന്നെ അലൈൻമെന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റൈലും ഉള്ള ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കൺട്രോൾസും വന്നിട്ടുണ്ട്. അപ്പം
ഫോർ യൂസ് ഫോം ഹുക്ക്. അപ്പൊ കൺട്രോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, യൂസ് ഫോം ഹുക്കിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ TinyMC എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അവരുടെ ഞാൻ കാണിച്ചില്ലേ അവരുടെ ട്യൂട്ടോറിയല്, അവരുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോ കൺട്രോളും എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, ഓരോ ഓപ്ഷൻസ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്